ഹായ്. അപ്പോൾ എന്നാലേ നമുക്ക് ഉണ്ടാക്കിയേക്കാം. എന്താണെന്ന് പിടികിട്ടി കാണും. അതന്നെ ആ വേറെ സാധനം ചെയ്യും. ഇഡ്ലി തട്ടിൻ്റെ കുഴി ചെറുതായ കാരണം മുട്ട പൊട്ടിച്ച് വെച്ചപ്പോൾ ഒന്നിലൊന്നില്ല, അടുത്ത കുഴിയിലേക്ക് ഒഴുകിപ്പോയി. ഇനിയിപ്പോൾ എന്തായാലും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ നിൽക്കട്ടെ. ഇനി വേറൊരു തട്ടെടുക്കുക. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഉണക്കമുളക്, പിന്നെ കുറച്ച് ചിക്കൻ ബോൺലെസ് പീസസ് എല്ലാം കൂടെ ഇട്ടിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് ആവി കയറ്റിട്ടെടുത്തോളൂ കേട്ടോ. ഇതെല്ലാം കൂടെ ഒറ്റയടിക്ക് വേവിച്ചെടുക്കുക എന്നാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഗൈസ്. അതുകൊണ്ടാണോ ഇത് ഇത്ര വൈറലാവാൻ കാരണം? എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറഞ്ഞതാണേ, അല്ലാതെ ഇതിനൊരു പ്രത്യേകമായിട്ട് ഹൈപ്പ് കൊടുക്കേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇനിയിപ്പോൾ കുറച്ച് വെജീസ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ക്യൂക്കുംബർ, ക്യാരറ്റ്, ഓണിയൻ, ടൊമാറ്റോ എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി വേവിച്ചെടുത്തിട്ടുള്ള മുട്ട, വെളുത്തുള്ളി, ഉണക്കമുളക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടെടുത്തോളൂ. പിന്നെ ഒരിത്തിരി പഞ്ചസാര, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് ഒറിഗാനോ, ഒരു സ്ലൈസ് ചീസ്, പിന്നെ കുറച്ച് ഫ്രഷ് ക്രീമും പാലും കൂടെ ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തോളൂ കേട്ടോ. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതന്നെ. വെജീസിലേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള മയണൈസ് ആഡ് ചെയ്യുക. പിന്നെ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് പിച്ചി പറിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ചിക്കനെ പിച്ചെടുത്തപ്പോഴേ അതങ്ങോട്ട് ശരിയായി വന്നില്ല. അത് ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് കറക്കിയെടുത്ത്. ഇനിയിപ്പോൾ എന്താ, ബ്രെഡ് വേണം. നിങ്ങൾക്ക് വേണമെങ്കിൽ സമൂന, കുബൂസ് ഇതെല്ലാം എടുത്തിട്ട് ചെയ്ത് നോക്കാം. ബ്രെഡ് ആണെങ്കിലേ ഒന്ന് ടോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. പാനിൽ ടോസ്റ്റ് ചെയ്തെടുത്താലും മതി. അപ്പോൾ കുറച്ച് ബട്ടറും കൂടെ തേച്ചിട്ട് ടോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടെ ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് ആ വൈറൽ സാൻഡ്വിച്ച്. എനിക്കിത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. എന്തോ ഒരു കുത്തുന്ന ഒരു ഫ്ലേവറൊക്കെ വരുന്നത്. ഒരു ആവറേജ്, കുഴപ്പമൊന്നുമില്ല എന്ന് പറയാം. എന്തായാലും ഇനി നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോളൂ. അപ്പോൾ സീ സോൺ നെക്സ്റ്റ് വീഡിയോ.